വാർത്തകൾ വിശദമായി. കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്ക് വീഴ്ച പറ്റി. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ വിശദീകരണം തേടി. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, ഇപ്പോൾ സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? JDT സ്കൂളിൽ സജ്ജമാക്കിയ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രത്തിൽ അതീവ സുരക്ഷാ മുറിയാണ് തുറന്ന് വലിയ വിവാദമായിരുന്നു. അതിനെതിരെ UDF തന്നെ വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെയാണ് ഈ സംഭവത്തിൽ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതര വീഴ്ച പറ്റിയതായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഡെപ്യൂട്ടി കളക്ടർ എത്തിയത്. തെരഞ്ഞെടുപ്പ് രേഖകളുടെ പകർപ്പെടുക്കാൻ ഈ ഉദ്യോഗസ്ഥൻ മറന്നുവെന്നും പിന്നീട് മുന്നറിയിപ്പില്ലാതെയും തുറക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് അതാണെന്നുമാണ് ഡെപ്യൂട്ടി കളക്ടർ പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഡെപ്യൂട്ടി കളക്ടർ വരണാധികാരിയോട് ഔദ്യോഗികമായ വിശദീകരണവും തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില രേഖകളുണ്ട്. സാധാരണ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാവാറുണ്ട്. അത്തരം രേഖകൾ പിന്നീട് പകർപ്പുകൾ എടുക്കുകയും നടപടിക്രമങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ പകർപ്പുകൾ എടുത്ത് സൂക്ഷിക്കുകയാണ് ഒരു റിട്ടേണിംഗ് ഓഫീസർമാരും സാധാരണ ചെയ്യുന്നത്. പക്ഷേ പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർ ഈ പകർപ്പുകൾ എടുക്കാൻ മറന്നുപോയി. ഇന്നാണ് അത് എൻകോർ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട അവസാന തീയതി. അദ്ദേഹം ഇന്ന് മേലുദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഉന്നതാധികാരികളെയോ അറിയിക്കാതെയോ അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പോ നോട്ടീസോ ഇല്ലാതെ പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർ ഇത്തരത്തിൽ മുറി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് സംഭവിച്ച ഗുരുതര വീഴ്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ കണ്ട് എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ UDF നേരത്തെ തന്നെ ഈ റിസർവ് റൂം തുറക്കേണ്ടി വന്ന സംഭവത്തിൽ നേരത്തെ തന്നെ UDF ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ് UDF ഉന്നയിച്ചിരുന്നത്. സംഭവത്തിൽ ഒരുപക്ഷെ ഈ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയും ഇതോടെ ഏറിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് JDTയിലെ സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്ക് വീഴ്ച പറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു UDF. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്ക് വീഴ്ച പറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഡെപ്യൂട്ടി കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.